ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിഡിലൻ ട്രെൻഡിങ് പുതുപുത്തൻ ഐറ്റം തന്നെ പറയാം, പുട്ട് ഷവർമ അല്ലെങ്കിൽ ഷവർമ പുട്ട് എന്നും പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ട് ഐസ്ക്രീമിൻ്റെ കാലമൊക്കെ കഴിഞ്ഞല്ലേ, നമ്മുടെ ചാനലിൽ തന്നെ വൈറലായിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു പുട്ട് ഐസ്ക്രീം. അപ്പോൾ ഇതാ ഞാനിനി നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പുതിയ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ട് എന്നുള്ളത് ഞാൻ പേര് കേട്ടപ്പോൾ ജസ്റ്റ് എൻ്റെതായ രീതിക്കൊന്ന് ട്രൈ ചെയ്തതേനു. ശരിക്കും ഒന്നും പറയാനില്ല കേട്ടോ, അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ? വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പുട്ട് ഷവർമയിലേക്ക് വേണ്ടുന്ന മെയിനായിട്ടുള്ള ഐറ്റം ചിക്കനാണ്. ഇതിന് പകരം ബീഫ് എടുക്കട്ടെ, ഏതാണ് ഇഷ്ടമുള്ളത് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 500-550 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞ് എടുക്കുക. പിന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഷവർമ ഫില്ലിംഗ് എന്ന് പറയുന്ന അത്യാവശ്യം ചിക്കൻ കടിക്കാൻ കിട്ടുമ്പോഴാണല്ലേ ഷവർമക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതുപോലെ തന്നെ ഇതിലും അത്യാവശ്യം ചിക്കൻ കടിക്കാൻ കിട്ടണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിനി ആദ്യം തന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ആദ്യം തന്നെ ചേർക്കുക. എന്നിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, കളറോ എരിവൊക്കെ. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒരു 1/4 ടീസ്പൂൺ ക്യുമിൻ സീഡ് പൗഡറില്ല, നമ്മുടെ ചെറിയ ജീരകം ചതച്ചതും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുക. എന്നിട്ട് പൊടികളൊക്കെ അത്ര മതി കേട്ടോ. മുളക് പൊടി ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റിന് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ചിക്കൻ്റെ എല്ലാ സൈഡിലേക്കും മസാല പിടിച്ച് കിട്ടട്ടെ. അതുപോലെ തന്നെ ഞാനിപ്പോൾ നല്ല പുളിയുള്ള തൈര് ചേർത്തത് കൊണ്ട് തന്നെ സെപ്പറേറ്റ് ചെറുനാരങ്ങ നീരൊന്നും ചേർത്തിട്ടില്ല. അഥവാ നിങ്ങൾ പുളിയില്ലാതെ തൈര് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പുളിക്ക് ആവശ്യമായിട്ട് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ ഞാൻ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് കൊടുക്കട്ടെ ചിക്കനിലേക്ക്. വേറെ സെപ്പറേറ്റ് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കണ്ട, കാരണം നമ്മൾ തൈര് യൂസ് ചെയ്തതാണല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 1/4 മണിക്കൂറൊക്കെ സമയമുള്ളതുപോലെ എത്രത്തോളം നിങ്ങൾക്ക് ടൈം ഉണ്ട് അതിനനുസരിച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കട്ടെ. ചുരുങ്ങിയത് ഒരു 1/4 മണിക്കൂറെങ്കിലും വെക്കണമെങ്കിലേ നന്നായിട്ട് ചിക്കനിൽ മസാല പിടിച്ച് കിട്ടുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് ഒരു 1/4 മണിക്കൂറൊക്കെ ആയതിനു ശേഷം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവല. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യേണ്ട കേട്ടോ, കുറച്ച് ഓയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്യുക, അതാണ് ഈ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് കൂടുതൽ കൊടുക്കുക. അപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസിൽ അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് ചിക്കൻ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക, എന്നിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ അടച്ച് വെച്ചിട്ട് വേവിക്കുന്ന ടൈമിൽ ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും കേട്ടോ. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കേണ്ട, നന്നായിട്ട് വെന്ത് വന്നോളും. ഇപ്പോൾ കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ കണ്ടില്ല, നമ്മുടെ ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കൻ ഏതാണ്ട് വെന്തും വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ചിക്കനിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ, കണ്ടില്ല നല്ല വെള്ളമുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചിക്കനിലെ വെള്ളം ആദ്യം തന്നെ ഒന്ന് വറ്റിച്ചെടുക്കുക, എന്നിട്ട് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും, നല്ലപോലെ ഫ്രൈ ആയിക്കോളും. അപ്പോൾ ഇനി ഇതിപ്പോൾ അടച്ച് വെച്ച് കൊടുക്കണ്ടേ, ഡയറക്റ്റ് ഇങ്ങനെ തന്നെ വെള്ളം വറ്റിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് എത്രത്തോളം ഫ്രൈ ആവണം അതിനനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ചിക്കൻ കണ്ടില്ല നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ ഷവർമ ചിക്കൻ എല്ലാവർക്കും അറിയാലോ, കുറച്ചൊന്നും മൊരിഞ്ഞ ടെക്സ്ചറിൽ തന്നെ വേണമെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ചിലവർക്ക് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുമല്ലോ ഇഷ്ടം, അതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഞാൻ ഇത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് പുട്ട് ഷവർമയിലേക്കുള്ള പുട്ട് റെഡിയാക്കണം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പുട്ടുപൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഒന്നിനും ഒരളവില്ല കേട്ടോ. നമ്മുടെ പുട്ട്, ക്യാബേജ്, ക്യാരറ്റ് സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്, അതിനൊന്നും ഒരു അളവൊന്നും ഇല്ല കേട്ടോ. എല്ലാം നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പുട്ടുപൊടി നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നോർമൽ പുട്ടിന് കുഴച്ച് എങ്ങനെയാണോ നിങ്ങൾ എടുക്കുന്നത് അതുപോലെ പച്ചവെള്ളം കുറച്ചായിട്ട് തെളിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. സാധാ നോർമൽ പുട്ട് പോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പുട്ടുപൊടി ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം പാക്കറ്റ് പുട്ടുപൊടി ആകുമ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണല്ലോ.
പിന്നെ ഇതാ നമുക്ക് വേണ്ടത് ക്യാബേജാണ്. ഞാൻ ഇതാക്കി നീളത്തിൽ നമ്മൾ ഷവർമക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേനു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ടെൻഷനും വേണ്ട കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും ഒരു ഇൻഗ്രീഡിയൻസിന് അളവൊന്നുമില്ല. എല്ലാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എല്ലാം ഒരേ രീതിക്ക് ബാലൻസ് ചെയ്യുന്ന രീതിക്ക് ഇട്ട് കൊടുത്താൽ മതി. ചിക്കൻ അതുപോലെ ഞാൻ ഫ്രൈ ആക്കിയത് മൊത്തത്തിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഷവർമയിൽ അറിയാമല്ലോ ചിക്കൻ കടിക്കാനല്ല ടേസ്റ്റ്. അതുപോലെ തന്നെ ഷവർമ പുട്ടിലും അങ്ങനെ തന്നെയാണ്, കടിക്കാൻ ചിക്കൻ കിട്ടണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, ഞാനൊരു കുഞ്ഞു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ആദ്യം തന്നെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റും ഞാനിതാ ഇതുപോലെ പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഓവർ കുഴച്ചെടുക്കരുതേ കൈ വെച്ചിട്ട്, അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഉടഞ്ഞു പോവും. എല്ലാം കൊണ്ട് നമ്മുടെ പുട്ടുപൊടിയൊക്കെ അടിയുന്നേ തൊട്ടിട്ട് മൊത്തത്തിൽ മിക്സ് ആവണം. അതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന പോലെ പതുക്കെ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ പുട്ടുപൊടി കുഴക്കുമ്പോൾ ഉപ്പിടാൻ മറക്കരുത്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഇടുകയും വേണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആവണമല്ലോ. ചിക്കനിലും ഉണ്ട്, എന്നാലും നോക്കിയിട്ട് ഇടണേ. അപ്പോൾ ഇതുപോലെ പതുക്കെ എല്ലാ സൈഡിൽ നിന്ന് ഒന്ന് ലെവൽ ചെയ്തിട്ട് ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷവർമ പുട്ടിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. ഈ ഒരു ടൈമിൽ ഞാനിപ്പോൾ ഇടുന്നില്ല, കാരണം ചിക്കനിലൊക്കെ അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് ഇടുന്നില്ല. അപ്പോൾ ഇത് കറക്റ്റാണ് കേട്ടോ. അതാ ഈ ഒരു രീതിക്ക് കിട്ടണം. പുട്ടുപൊടിയും വേണം, ക്യാബേജ്, ക്യാരറ്റ്, ചിക്കൻ എല്ലാം ഒരേ രീതിക്ക് ബാലൻസ് ആവണേ. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഒന്നും പരിപാടിയില്ല, പെട്ടെന്ന് തന്നെ പുട്ടുകുറ്റിയിലേക്ക് നിറച്ചെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം, തക്കാളി, കക്കിരി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമ്മൾ ഈ ഒരു പുട്ട് ഷവർമയിലേക്ക് ഇടണ്ടേ. കാരണം നമ്മൾ സ്റ്റീം ചെയ്ത് എടുക്കുന്നത് കൊണ്ട് തന്നെ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു അലിഞ്ഞ ടെക്സ്ചറായി പോകും. പിന്നെ പുട്ട് നമുക്ക് നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതാ ഇനി നമുക്ക് പുട്ട് നിറക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ നിർബന്ധമായിട്ടും വേണം. എന്നിട്ട് ഫസ്റ്റ് ലെയറായിട്ട് സാധാ നോർമൽ പുട്ട് നിറക്കുന്ന പോലെ ഫസ്റ്റ് ലെയറിൽ തേങ്ങ ഇടുക. പിന്നെ ഈ ഒരു നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കുക എത്രത്തോളം വേണം. അങ്ങനെ വീണ്ടും തേങ്ങ, വീണ്ടും മിക്സ്, വീണ്ടും തേങ്ങ, ആ ഒരു രീതിക്ക് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. നോർമൽ പുട്ട് എങ്ങനെ ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ഇതുപോലെ പുട്ട് നമ്മൾ നിറച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ലാസ്റ്റും തേങ്ങ വെച്ച് കൊടുക്കാൻ മറക്കരുത്. കാരണം തേങ്ങയും കൂടി ഇതിൽ വേണം, അപ്പോഴാണ് കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. അങ്ങനെ ഞാൻ തേങ്ങയും കൂടി വെച്ചിട്ട് ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിവിടെ കുറച്ച് സമയം മുന്നേ പുട്ടുകുറ്റിയിൽ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേനു. അപ്പോൾ ഇതിലേക്ക് ഞാൻ കൊത്തി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നോർമൽ എത്രത്തോളം പുട്ട് വേവാൻ ടൈം എടുക്കുന്നു അതിനനുസരിച്ച് ഓരോരുത്തർ ഇതിനനുസരിച്ചിട്ട് ഫ്ലെയിമിനനുസരിച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അറിയാമല്ലോ പുട്ട് പിന്നെ വേവിക്കുന്നതൊന്നും ഞാൻ കാണിക്കേണ്ടല്ലോ. അത്യാവശ്യം നന്നായിട്ട് ആവി വന്നതിന് ഇങ്ങ് എടുത്താൽ മതിയേ. അങ്ങനെ നന്നായിട്ട് ആവിയൊക്കെ വന്ന് നമ്മുടെ പുട്ട് റെഡിയായി കേട്ടോ. ഷവർമ പുട്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ പ്ലേറ്റൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കുത്തി കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ പൊടിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് തക്കാളി, കക്കിരി ഒന്നും ആഡ് ചെയ്യേണ്ട കേട്ടോ. അതൊക്കെ വെള്ളം കൂടുതലുള്ള ഐറ്റംസ് അല്ല, അങ്ങനത്തെ ഒന്നും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല എത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടി, ആ ഒരു ചിക്കൻ പീസസൊക്കെ അങ്ങനെ കണ്ടിട്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ മയോണൈസ് ചേർത്തില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ലാസ്റ്റാണ് ഏറ്റവും ചേർക്കുന്നത്. അപ്പോൾ ഇത് അടുത്ത കുറ്റിപ്പുട്ടും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഷവർമ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് മയോണൈസ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ സിഗ്സാഗ് പോലെ ഒഴിച്ചു കൊടുത്താൽ മതിയായിട്ട്. ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കെച്ചപ്പ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതും വേണ്ടിക്ക് ഒഴിക്കാം. പക്ഷേ ഷവർമയിലാവുമ്പോൾ നമുക്ക് മയോണൈസ് തന്നെയല്ലേ കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇത് മയോണൈസ് മാത്രം ഒഴിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം വേണം കൂട്ടി കഴിക്കാൻ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഭംഗിക്ക് സെർവ് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ സെർവ് ചെയ്യുന്നതാണ് നല്ലതല്ലാതെ വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ കഴിക്കുന്നതാണെന്നുണ്ടെങ്കിൽ സൈഡിൽ നമ്മൾ തൈര് ഒഴിച്ച് കഴിക്കുമല്ലോ, അതുപോലെ ഒഴിച്ച് കഴിച്ചാലും മതി. എന്തായാലും മസ്റ്റായിട്ട് മയോണൈസ് വേണം കേട്ടോ, കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ വീട്ടിലേക്ക് ഗസ്റ്റ് വരുന്ന ടൈമിലായാലും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാർ ആവാൻ പറ്റിയിട്ടുള്ള ഐറ്റം തന്നെയാണ്. ശരിക്കും പറയുകയാണ് കേട്ടോ, ഒരിക്കലും ഫ്ലോപ്പ് ആയില്ല, അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റിയാണ്. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്